കേരളത്തിലെ 111ാമത് മൈജി ഫ്യൂച്ചർ ഷോറൂം മലപ്പുറം അരീക്കോട് പ്രവർത്തനം ആരംഭിച്ചു. നടി ഭാവന ഉദ്ഘാടനം ചെയ്തു. ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനൊപ്പം ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസും ലഭിക്കുന്ന ഷോറൂം അരീക്കോട് പഞ്ചായത്ത് സ്റ്റേഡിയത്തിന് എതിർവശത്താണ് പ്രവർത്തിക്കുന്നത്. ഉദ്ഘാടന ദിനത്തോടനുബന്ധിച്ച് ലാഭം ഈടാക്കാതെയുള്ള വിൽപ്പനയാണ് ഇന്നലെ അരീക്കോട് മൈജിയിൽ നടത്തിയത്. ആദ്യം ഷോറൂമിൽ നിന്നും പർച്ചേസ് നടത്തിയ 220 ആളുകൾ ഏറ്റവും വലിയ വിലക്കുറവിൽ റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, TV ഹോം തിയേറ്റർ, ലാപ്ടോപ്പ്, മിക്സി തുടങ്ങിയവ സ്വന്തമാക്കി. ഓരോ മണിക്കൂറിലും പർച്ചേസ് ചെയ്തവരിൽ നിന്നും തിരഞ്ഞെടുത്തവർക്ക് സമ്മാനങ്ങളും മൈജി ഒരുക്കിയിരുന്നു. ചലച്ചിത്ര താരം ഭാവനയാണ് ഷോറൂം ഉദ്ഘാടനം ചെയ്തത്. എല്ലാം ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ ഉപകരണങ്ങളും ഇവിടെ ഉണ്ട്. ആൻഡ് ഓൾസോ ഇനാഗ്രേഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഓഫേഴ്സും ഗോയിങ് ഓൺ ആണ്. പിന്നെ മൈജിയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് മൈജി കെയർ എന്നുള്ള ഒരു ഫെസിലിറ്റിയാണ്. നമ്മുടെ ഫോൺ ആയിക്കോട്ടെ, ലാപ്ടോപ്പ് ആയിക്കോട്ടെ, എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ പ്രൈവസി വളരെയധികം റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് അവരത് എല്ലാം ചെയ്തു തരുന്നത്. അതൊരു നല്ല ഫീച്ചറായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. മേജർ അട്രാക്ഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതാണ്. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, സ്മാർട്ട് വാച്ച്, ടാബ്ലറ്റ്, TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ തുടങ്ങിയവ റിപ്പയർ ചെയ്തു നൽകുന്ന ഹൈടെക് റിപ്പയർ ആൻഡ് സർവീസ് സെന്റർ മൈജി കെയറിന്റെ ഉദ്ഘാടനവും ഇന്നലെ നടന്നു. ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഉപകരണങ്ങളും ഷോപ്പ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് മൈജി ഷോറൂം ഒരുക്കിയിരിക്കുന്നത്. മറ്റാർക്കും നൽകാനാകാത്ത വമ്പിച്ച ഓഫേഴ്സ് തന്നെ നമ്മുടെ ഈ അരീക്കോട് നമ്മളിന്ന് ഒരുക്കിയിട്ടുണ്ട്. 2 ഫ്ലോറുകളായിട്ട്, ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, 2 ഫ്ലോറുകളാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അതിലെ ആദ്യത്തെ ഫ്ലോറിൽ വന്നു കഴിഞ്ഞാൽ മൊബൈൽ, അതുപോലെ തന്നെ ലാപ്ടോപ്പ്, ആക്സസറീസ്, TV, AC, ഇതിനെല്ലാം വമ്പിച്ച കളക്ഷൻസും അതുപോലെ ഇൻ്റർനാഷണൽ ബ്രാൻഡ്സുകളും ഇവിടെ അവൈലബിൾ ആണ്. നമ്മളിതുപോലെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ നമ്മുടെ റെഫ്, വാഷ്, അതേപോലെ തന്നെ കിച്ചൺ അപ്ലയൻസസ്, ക്രോക്കറി, അങ്ങനെ ഒരു വമ്പിച്ച കളക്ഷൻ നമ്മൾ എല്ലാ ഇൻ്റർനാഷണൽ ബ്രാൻഡുകളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഇന്നലെ രാത്രി 12 വരെ ഷോറൂം തുറന്നു പ്രവർത്തിച്ചു. ജനം, മലപ്പുറം.